മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ അഭിനയ സ്വരൂപം പോലെ തന്നെ സവിശേഷവും ശക്തവുമായതാണ്. ഗംഭീരമായ ഡയലോഗ് ഡെലിവറിയും വിവിധ ഭാവങ്ങൾക്കനുസൃതമായ രീതിയിലുള്ള ശബ്ദ നിയന്ത്രണവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്നാൽ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദവും പേരും കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് 1981 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടി എന്ന പേര് കൊള്ളില്ലെന്ന് പറഞ്ഞ് ആ സിനിമയ്ക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് സജിൻ എന്ന് മാറ്റി. തനിക്ക് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യണമെന്ന് മമ്മൂട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊള്ളില്ലെന്ന് പറഞ്ഞ് സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചു. തുടക്കകാലത്ത് സ്വന്തം ശബ്ദത്തിൻ്റെ പേരിൽ വലിയ നിരാശ നേരിടേണ്ടി വന്ന ഈ മമ്മൂട്ടിയാണ് പിൽക്കാലത്ത് ഇതേ ശബ്ദം കൊണ്ട് തന്നെ അസാധ്യമായ ശബ്ദ വ്യതിയാനങ്ങളും ഭാഷാശൈലികളും അദ്വിതീയമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ അദ്വിതീയനായ നടനായി മാറിയത്. ഇനി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ രൂപസവിശേഷതയ്ക്കും ഭാവസവിശേഷതയ്ക്കും അനുസൃതമായി തൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തുക, ആ ശൈലിയിൽ മാറ്റം വരുത്തുക എന്നതാണ് ഓരോ നടനും ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത്, അഥവാ ശബ്ദ വ്യതിയാനം. ഇക്കാര്യത്തിൽ മമ്മൂട്ടി അഗ്രഗണ്യനാണ്. താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ശാരീരിക ചലനങ്ങൾക്കും മുഖാഭിനയത്തിനുമൊപ്പം തന്നെ തൻ്റെ സംഭാഷണത്തിനും അതേ ഭാവതീവ്രതയുണ്ടാകാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള രംഗങ്ങളിലും വൈകാരിക മുഹൂർത്തങ്ങളിലും ശബ്ദം കൊണ്ട് അത്ഭുതം തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. മാസ് ചിത്രങ്ങളിലെ കനത്ത ശബ്ദവും പക്വതയുള്ള വേഷങ്ങളിലെ ശാന്തമായ ശബ്ദവും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരുപോലെ കടത്തിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഭാഷാ ശൈലികളോട് അനായാസം ചേർന്നു നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെയും ഉച്ചാരണത്തിൻ്റെയും തന്മയീഭാവം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. തൻ്റെ സിനിമാ ജീവിതത്തിലുടനീളം ശബ്ദത്തെ തൻ്റെ ശരീരം പോലെ തന്നെ കൃത്യമായ ഒരു അഭിനയോപാധിയായി വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി ദൃഢവും ഗാംഭീര്യവും നിറഞ്ഞ പൗരുഷമുള്ള ഒരു ആൺ ശബ്ദമാണ് മമ്മൂട്ടിയുടേത്. എന്നാൽ ഇതിനെ വ്യത്യസ്തമായ സ്വരസ്ഥായികളിലൂടെ കടത്തിവിട്ട് മമ്മൂട്ടി സൃഷ്ടിക്കുന്ന ശബ്ദത്തിൻ്റെതായൊരു ഭാവപ്രപഞ്ചം വിസ്മയിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ സവിശേഷമായ നാട്ടുമൊഴികളെ ഇത്ര വഴക്കത്തോടെയും പൂർണ്ണതയോടെയും കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നടനില്ല. ഹാസ്യരസത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രാഞ്ചിയേട്ടനിലെ തൃശൂർ ശൈലി, രാജമാണിക്യത്തിലെ തിരുവനന്തപുരം ശൈലി, കോട്ടയം കുഞ്ഞച്ചനിലെ കോട്ടയം ശൈലി എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ശബ്ദത്തിൻ്റെ അസാധാരണമായ ഉയർച്ച താഴ്ചകൾ അദ്ദേഹം തൻ്റെ നിരവധി കഥാപാത്രങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ മൈക്ക് ഫിലിപ്പോസ് അഥവാ മൈക്ക് എന്ന കഥാപാത്രത്തിന് വളരെ ഉച്ചത്തിലുള്ള ശബ്ദമാണ്. സാഹചര്യം എന്തുതന്നെയായാലും അയാൾക്ക് പതുക്കെ സംസാരിക്കാൻ കഴിയില്ല. ആ സിനിമയിൽ മമ്മൂട്ടി ശബ്ദം മാറ്റിമറിച്ചിരിക്കുന്ന രീതി ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അതിനനുസരിച്ചാണ് തൻ്റെ വായുടെയും ചുണ്ടിൻ്റെയും ചലനങ്ങൾ പോലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. പൊന്തൻ മാട എന്ന ചിത്രത്തിലെ അടിയാള സ്വഭാവം പേറുന്ന മാടയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പോലെ തന്നെ ശബ്ദവും അടിച്ചമർത്തപ്പെട്ടതാണ്. അത് എല്ലായ്പ്പോഴും ഒരു വിധേയ സ്വഭാവവും കീഴടങ്ങലും പ്രകടിപ്പിക്കുന്നു. തൻ്റെ ശബ്ദം പോലും അടിച്ചമർത്തലിൻ്റെ പ്രതീകമായി ആ ചിത്രത്തിൽ മമ്മൂട്ടി മാറ്റിയെടുക്കുന്നുണ്ട്. തൊണ്ടക്കുഴലിൽ ഉറഞ്ഞുപോയ വേദനയുടെ ശബ്ദമാണ് മമ്മൂട്ടി മാടയ്ക്ക് നൽകിയിരിക്കുന്നത്. ആ ശബ്ദം പോലും ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ഏതാണ്ട് ആ വർഷം തന്നെ പുറത്തിറങ്ങിയ വിധേയനിലെ ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രം ക്രൂരനായ ഒരു ജന്മിയാണ്. സർവ്വതും അപഹരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരാൾ. ആ കഥാപാത്രത്തെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കന്നഡയും മലയാളവും സംസാരിക്കുന്ന ഒരു പ്രദേശത്താണ്. അതിനാൽ തന്നെ ആ പ്രാദേശികമായ മൊഴിവഴക്കത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിൻ്റെ ശബ്ദവിന്യാസം ചിട്ടപ്പെടുത്തുവാനും തൻ്റെ പരുഷഭാവങ്ങളെ പ്രകാശിപ്പിക്കാനും. എന്നാൽ മമ്മൂട്ടി അത് ഗംഭീരമായി ചെയ്തു.
ഉയർച്ച താഴ്ചകളിലൂടെയുള്ള ആ കഥാപാത്രത്തിൻ്റെ സ്വരസഞ്ചാരം നമ്മെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. ഇതുപോലെ തന്നെയാണ് സൂര്യമാനസം എന്ന ചിത്രത്തിലെ ബുദ്ധിവൈകല്യം നേരിടുന്ന പുട്ടുറുമീസ് എന്ന കഥാപാത്രത്തിനും യോദ്ധാവായ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനും മമ്മൂട്ടി പകർന്നു നൽകിയ ശബ്ദ വിന്യാസം. പുട്ടുറുമീസിന് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാവം നൽകിയപ്പോൾ ചന്തുവിന് ആണഹങ്കാരത്തിൻ്റെയും ആർജവത്തിൻ്റെയും ശക്തിയുടെയും ഭാവോജ്വലമായ സ്വരഭേദം നൽകി. ഡോക്ടർ BR അംബേദ്കറായി ഇംഗ്ലീഷ് ചിത്രത്തിൽ വേഷമിട്ടപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ അക്കാലത്തെ ഭാഷാ ചിഹ്നങ്ങൾ മമ്മൂട്ടി വിദഗ്ധമായി തൻ്റെ കഥാപാത്രത്തിനായി ഉപയോഗിച്ചു. ചടുലമായ സംഭാഷണങ്ങൾ കൊണ്ടുതന്നെ അദ്ദേഹം പ്രേക്ഷകനെ ചരിത്രത്തിലെ അംബേദ്കറിനോട് ചേർത്തു നിർത്തി. കഥാപാത്രങ്ങളുടെ സ്വരഭാവങ്ങളിൽ ഇത്രമേൽ സൂക്ഷ്മത പുലർത്തുന്ന മറ്റൊരു ഇന്ത്യൻ അഭിനേതാവ് ഇല്ലെന്നു തന്നെ പറയാം. തൻ്റെ ചുറ്റുപാടുകളെയും മനുഷ്യരെയും കാലത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു നടനു മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ആ ഗൃഹപാഠം ഭംഗിയായി ചെയ്യുന്നു എന്നതാണ് മമ്മൂട്ടി എന്ന നടൻ്റെ വിജയം. ഒരു ചിത്രത്തിൽ ശബ്ദത്തിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെട്ടവൻ അതേ ശബ്ദം കൊണ്ട് ഇന്ത്യയിലെ മികച്ച നടനായി 4 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ആ നടന് സിനിമ എന്ന കലയോടുള്ള സമർപ്പണത്തിൻ്റെ തെളിവാണ്. Come on TV. Please subscribe to this channel for more news and facts.